എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വില്ലേജ് മേക്കിംഗ് ഡേ 2. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? അതിന് മുമ്പ് ഇന്നലത്തെ പരിപാടി എന്തായിരുന്നു? ഇന്നലെ നമ്മളൊരു കുളം കുത്തി, അതിൽ നമ്മുടെ പിള്ളേർ ഇറങ്ങി. ഇതിൽ സാധനങ്ങളൊക്കെ അവിടെ പോയി കൊണ്ടുപോയി. അതൊക്കെ തിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ പിള്ളേർ എടുത്തുകൊണ്ടുപോയാ പാവം പിള്ളേർ കൊണ്ടുപോട്ടെ. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വില്ലേജിൽ നമ്മളൊരു വീട് പണിയാനായിട്ട് പോവാണ്. സാധാരണ വീടല്ല. പ്രവീൺ മച്ചാനെ, എന്ത് വീടാണ് നമ്മൾ പണിയുന്നത്? ഇഗ്ലൂ മഡ് ഹൗസ്. പ്രവീൺ മച്ചാൻ്റെ സ്വന്തം ഐഡിയയാണ്. അതായത് സാധാരണ ഇഗ്ലൂ ഉണ്ടാക്കാറ് ഐസ് വെച്ചിട്ടാണ്. അപ്പോൾ പ്രവീൺ മച്ചാന് നമ്മുടെ നാട്ടിലെ പാടത്ത് ചെളി വെച്ചിട്ട് ഇഗ്ലൂ ഉണ്ടാക്കി കിട്ടണമെന്ന് പറഞ്ഞ്, അപ്പോൾ പ്രവീൺ മച്ചാൻ്റെ ഒരു ആഗ്രഹത്തെ തുടർന്ന് നമ്മൾ ഇന്ന് ദീ കാണുന്ന സ്ഥലത്ത് നമ്മുടെ കുളത്തിനോട് ചേർന്ന് നമ്മൾ ഇന്ന് നമ്മുടെ വില്ലേജിൻ്റെ പാർട്ടായിട്ട് ഒരു ഇഗ്ലൂ ഹൗസ് ഉണ്ടാക്കാൻ പോവാണ്. അതും വെറും ഇഗ്ലൂ ഹൗസ് അല്ല, നല്ല ചെളി പൊത്തിയ ഇഗ്ലൂ ഹൗസ്. അപ്പോൾ അതിൻ്റെ പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ കുഞ്ഞി പീസ് നമുക്ക് ഏകദേശം നമ്മുടെ നേരെ ഈ ഗ്ലൂന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുളത്തിൽ ചാടാൻ ഭാഗത്തിന് നമുക്ക് സെറ്റ് ചെയ്യണം. പ്രവീണേ, ഇതെങ്ങനെയുണ്ട് ഈ സ്ഥലം? നല്ലതാണോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഡ് ഹൗസിൻ്റെ എൻട്രൻസ് വരുന്നതാണ്. അജുബ പിടിച്ചിരിക്കുന്ന ഭാഗം ഉണ്ട് അതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പീസാക്കിയിട്ട് സെറ്റ് ചെയ്ത് ഉള്ളിൽ കയറിയാൽ. അതെങ്ങനെ കയറിയേ? നൂണ്ട് കയറിയല്ലേ? ഓക്കെ. അപ്പോൾ സംഭവം നമ്മൾ ഈ 2 പീസും കൂടി ഇനി ടൈ ചെയ്ത് സെറ്റാക്കാൻ പോവാണ്. അത്യാവശ്യം ബലമൊക്കെ ഇല്ലേ നമ്മുടെ ഫ്രെയിമിന്? അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഗ്ലൂ ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 4-5 പേർക്കെങ്കിലും കിടക്കാനുള്ള സെറ്റപ്പാണ്. വാലടച്ചോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഊർന്നിറങ്ങും. അപ്പോൾ ഒരു 4-5 പേർക്കെങ്കിലും നമുക്ക് രാത്രി ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈ ഇട്ട് ഇനി മൊത്തം 2 പീസ് കൂടി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മളിത് ടൈ ഇട്ട് ഇനി ഇത് 2ഉം കൂടി നല്ല ബലാക്കാൻ പോവാണേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ മഡ് ഹൗസ് ഉണ്ടാക്കാനുള്ള മെയിൻ അസംസ്കൃത വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വൈക്കോലും അതുപോലെ തന്നെ നമ്മുടെ കുളം കുഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഈ കാണുന്ന മണ്ണുമാണ്. ഇത് 2ഉം കൂടി കൂട്ടി കലക്കി നല്ല ബോണ്ടിങ് ആക്കി സെറ്റാക്കി നല്ല ചെളിക്കട്ടകളാക്കിയിട്ട് വേണം നമുക്ക് അത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രെയിമിൽ കുറച്ച് പണികൾ വരുന്നുണ്ട്. അതുകൂടി ഒന്ന് തീർക്കാം. നമ്മുടെ ചെളി പൊത്തുന്ന സമയത്ത് ചെളി നല്ല ബോണ്ടിങ്ങിൽ ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് മെഷ് ഇതുമേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന മെഷ് നമ്മൾ ഇതുമ്പേ ചുറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മെഷ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പോട്ടെ 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 കറങ്ങി റൗണ്ട് എത്തട്ടെ. പോട്ടെ 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 കുറച്ചുകൂടി മതിയില്ലേ? ഇനെന്തേ നമ്മുടെ കെട്ടമ്പി വെച്ചിട്ട് ഇത് കെട്ടി നമുക്കിതൊന്ന് ഇവിടെ ലോക്കാക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഓക്കെ. കൈ നോക്കിട്ടാ മുറിക്കുമ്പോൾ ഒരു പീസ് കാണാനില്ലെന്ന് ഓരോ ദിവസം കേട്ടോ. 2 പീസ് കാണാനില്ല കേട്ടോ. പീസ് വരട്ടെ കമ്പി പീസ് വരട്ടെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള കമ്പി പീസാക്കി മുറിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുറ്റിയെടുത്ത നമ്മുടെ പച്ചമെഷ് മൊത്തത്തിൽ നമ്മളിത് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ടൈ അല്ല കേട്ടോ, നമ്മുടെ കെട്ടമ്പി ഇട്ടിട്ട് നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കുകയാണ് സംഭവം. ഇനിയും ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ മെഷ് വയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഉടക്ക് വെച്ച് ഫുള്ള് കമ്പി നമ്മളിത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കെട്ടി ടൈറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടിയിലത്തെ ഒരു ലെയർ നമ്മൾ സെറ്റാക്കി ഇനി മുകളിലേക്ക് ഒന്ന് കറക്കി എടുക്കാനുള്ള പരിപാടി ചെയ്യാം കേട്ടോ നമുക്ക്. അങ്ങനെ നേരെ ഒരിട്ടി നമുക്ക് കുറച്ചുകൂടി പണിന്ന് തീർക്കാനുണ്ട്. അതായത് നമ്മുടെ മെഷ് മൊത്തം ചുറ്റി നമുക്ക് തീർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പണികളൊക്കെ നാളെ. അപ്പം പെട്ടെന്ന് നമുക്ക് ഈ മെഷൊക്കെ ചുറ്റി തീർക്കാട്ടാ. അങ്ങനെ മച്ചന്മാരെ, പാതിരാത്രിയായി. നമ്മുടെ മൊത്തം കവറിങ് കഴിഞ്ഞു കേട്ടോ. ചെറിയ കണ്ണിയോളം മെഷ് വെച്ച് നമ്മുടെ ഈ ഒരു മഡ് ഇഗ്ലൂവിൻ്റെ മൊത്തം ഫ്രെയിം നമ്മൾ കവർ ചെയ്തു. ഇനി ബാക്കി പണികൾ വരുന്നത് നാളെ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. അതുവരെ ഉറങ്ങാം. ടാറ്റാ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ പണി തുടങ്ങുകയാണ്. ഇന്നലെ നമ്മൾ മൊത്തത്തിൽ കെട്ടി നെറ്റൊക്കെ വെച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെളി വെച്ചിട്ട് അതിനെ നല്ല ഷേപ്പാക്കി എടുക്കലാണ്. നമ്മുടെ ചെളി വെച്ച് പണിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ടൂൾസൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് പണി തുടങ്ങാൻ പോവാണ്. ഇനി ചെളി കലക്കി നേരെ നമ്മളുടെ ആ ഒരു ഇഗ്ലൂ ഹൗസ് പൊത്താനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്കിനി വേറെ റിസോഴ്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം എടുക്കട്ടെ. ഇവിടെ നിന്ന് എടുത്താണ് നമ്മൾ പണിയാനുള്ള വെള്ളമൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണ് ഒരുക്കി എടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. കുറേശ്ശെ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പരിപ്പൊക്കെ ഇളകും. അതല്ലെങ്കിലും അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ മഴ വരും, ഇടിവെട്ടുണ്ടാവും, കൊടുങ്കാറ്റ് വരും, അങ്ങനെ പലതും വരും. അപ്പം ഇനി ഇതേ ചവിട്ടിക്കുഴ ഉണ്ട് തുടങ്ങാൻ പോണത്. ശരിക്കും നമ്മൾ ചെളി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചവിട്ടിയാണ് ഇതിനെ നമ്മൾ പതാക്കി എടുക്കണ്ടേ. എന്തായാലും നിൻ്റെ മേത്തും കാലുമൊക്കെ ആവും. നമ്മൾ കുഴയ്ക്കണ ആ ഒരു ചെളിക്ക് ഒരു നല്ല ഫൈബറൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ കുറേശ്ശെ ഇതോടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചവിട്ടി കുഴക്കുക കേട്ടോ. അപ്പോൾ ഇതേ സംഭവം നമ്മൾ നല്ലോണം നല്ല മയാവണം വരെ ഇങ്ങനെ ഇത് ചവിട്ടി എടുക്കണം കേട്ടോ. പിന്നെ ഇത് ഒരുവിധം മയായ നമ്മുടെ മണ്ണ് കോരി നമുക്ക് അവിടെ കൊണ്ടുപോയി പൊത്തൽ പരിപാടി നോക്കാം. ഓക്കെ, അപ്പം ഇനി ചെളി പൊത്തൽ തുടങ്ങുകയാണേ. ആദ്യത്തെ പൊത്തിൽ തന്നെ ഉള്ളിൽ കയറി പോയിന്ന് ചാവുന്ന്. സംഭവം ശരിയാക്കും നമ്മൾ. ഇപ്പോഴത്തെ നോക്കണ്ട, ഇനി നമ്മൾ പെർഫെക്ഷനിലേക്ക് വരും. ഇതൊരു തുടക്കം മാത്രം. നമ്മളും പണി പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ലെയർ പിടിപ്പിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും, അത് ഇനി പിന്നെ അതിലും പാടായിരിക്കും. അപ്പോൾ നടപ്പ് തെറിക്കും എല്ലാവരും. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വീടുണ്ടാക്കിയിരുന്നത്. ഇതാണ് ചെളിപൊത്തൽ മാമാങ്കം. ചളി വീട്. അതെ, ചളി വീട്. ഇതിനുള്ളിൽ കുറച്ച് ചളിയന്മാരെ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റായി ചളി വീടാവും. അതെ, കണ്ടാ നല്ല ശുദ്ധമായ ചെളി നമ്മളിങ്ങനെ തേമ്പി കൊടുക്കണം. ചെളി 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 ചെളി. അപ്പോൾ ഇവിടെ നല്ല പരുവാക്കി വെച്ചേക്കണ ചെളിയിട്ടാ നോക്കി. വാവ്, പുതുമണ്ണിൻ്റെ മണം. ആഹാ, ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് തേമ്പി ഉറപ്പിക്കണത് കേട്ടോ. ആയ് എൻ്റെ അമ്പും സംഭവം നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. എന്നാൽ ഭയങ്കര പാടില്ല, സംഭവം നടക്കണ്ട്. അപ്പോൾ നമ്മളിത് ടീമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 പേര് ഗുഹയുടെ പണികളും അവിടെ ചെളി കലക്കൽ പണിയാണ്. അവിടെ ചെളി കലക്കുന്നതിന് വെറൈറ്റി ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് പോയ വെറൈറ്റി ചെളി കലക്കലാണ് അവിടെ. എടാ ചെളി കലക്കുന്നത് കാണിച്ചേടാ. ഞാനിപ്പോ കുഴിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കിടക്കുന്നത്. പുറത്തൊന്നും സൂപ്പറാടാ. ഉള്ളിൽ തന്നെ ഉള്ളിൽ കയറി വെക്കും. അതെ, എടാ ഉള്ളിൽ സൂപ്പറാണല്ലോ. എടാ ഉള്ളിൽ സൂപ്പറാടാ. ഇവിടെ ചൂട് കുറവുണ്ട്. പിന്നെ ഇപ്പോഴേക്കുവാ ആ ഇല്ല പിന്നെ എടാ നല്ല ചൂട് കുറവുണ്ട്. എടാ ഇവിടെ നോക്കുമ്പോ അടിപൊളിയാടാ. ഈ തോളെ കൂടെ നമുക്ക് പൂള് കാണാം. ശരിയാണല്ലോ. നമ്മളൊരു ജനൽ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. സംഭവം നമ്മൾ വിട്ടുപോയാർന്നാണ്. ഇപ്പോഴാണ് പ്രവീൺ മച്ചൻ ഐഡിയ പറഞ്ഞത്. അപ്പോൾ അവിടേക്കുള്ള നമ്മുടെ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ നമുക്കൊരു ജനലൊക്കെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എയർ വെൻറ്റും അതുപോലെ നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം. ഷേപ്പിംഗ് പരിപാടി ആയി നല്ല ശുദ്ധമായ ചെളിയെ നമ്മൾ കലക്കി ഷേപ്പാക്കി എടുക്കുകയാണേ. അപ്പോൾ മച്ചന്മാരെ ഇനി ഇതേ ടോപ്പ് നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ അജുമോനെ കേക്ക് ഇടാൻ പോവാണ്. കേൾക്കാൻ അയ്യോ തന്നെ സപ്പോർട്ട് ചെയ്ത് തരാം. അത്ര വേണ്ട അങ്ങനെ പറയില്ലേ, തരുമ്പോ അവിടേക്കൊന്നും ഇല്ല കൊടുക്കണ്ട അവിടെ താത്താ ചെളിതാ. പണികളൊക്കെ ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ട് ഒരു ബാക്കി 20% കൂടി ഉള്ളൂ കേട്ടോ. അതുകൂടി നമ്മൾ ചെളിവിച്ച് തീർക്കാണേ. കണ്ണൊന്നും കാണണ്ടായി, മൊത്തത്തിലൊരു മിന്നൽ മാത്രം. കാരണം നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരിക്കുള്ളൂ. ഭക്ഷണം വയ്ക്കുമ്പോൾ മഴ. അതന്നെ, ഭക്ഷണം വയ്ക്കുമ്പോൾ മഴ, സവാള അരിയുമ്പോൾ വെയിൽ. എന്തോ പ്രകൃതി നമ്മളായിട്ട് എന്തോ സിങ്കം ഇപ്പോഴും ശരിയായിട്ടില്ല. ഇത് നമ്മുടെ കവാടം ഉണ്ടാ, ഉള്ളിലേക്ക് കയറാനുള്ള കവാടം നമ്മൾ സെറ്റാക്കാണ്.
അപ്പോഴേ നമ്മുടെ കവാടത്തിന്റെ മിനുക്ക് പണികളാണ് ഇപ്പൊ നടക്കുന്നത്. സംഭവം നമുക്കിങ്ങനെ കയറുന്ന ഭാഗമല്ല, അപ്പൊ നല്ല മിനുങ്ങിയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് ഇതിന് മിനുക്കി എടുക്കുകയാണ്. അപ്പത്തേ പ്രവീൺ മച്ചാനെ അവസാനത്തെ മിനുക്ക് പണികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടാ. ഇത് കഴിഞ്ഞിനി പണിയുണ്ട്. എന്തായാലും നമ്മള് അവസാനത്താന്ന് പറയാൻ പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മിനുക്ക് പണികൾ തുടങ്ങി. പരിപാടി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ജനലില്ലേ, ജനലിൽ നമ്മൾ ബീഡിങ് വെച്ച് കൊടുക്കുകയാണ്. കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നെറ്റൊക്കെ ഒന്ന് ചെളി വെച്ച് നല്ല ഭംഗിയാക്കി കൊടുക്കാൻ പോകും. മച്ചാനെ ജനലക്ക് ചതുരം തന്നെ മതിയാ? മാറ്റണോ? അല്ല പിന്നെ പ്ലെയിൻ്റെ ഷേപ്പിലുള്ള ജെല്ലാക്കാൻ വേണോ? പ്ലെയിനാ? പ്ലെയിൻ്റെ ജനലില്ലേ ഇങ്ങനെ റാവോലെ? എനിക്കതാണ് ഇഷ്ടം. വേണ്ട, ഇത് മതി, ഇതാ നല്ലത്. ആണോ? മച്ചാൻ പറഞ്ഞ ഷേപ്പിലാക്കി തരും കേട്ടോ. ഇത് മതി. മച്ചാന്മാരെ മണിക്കൂറുകൾ നീണ്ടുന്ന പണികൾ കഴിഞ്ഞപ്പോ നോക്ക് നമ്മുടെ പുറകിൽ കാണും. നിന്നോട് ആരും ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യണ്ടേ? അത് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യണ്ട. റിബൺ കട്ട് ചെയ്യണ്ടേ? റിബൺ കട്ടിയുള്ള സമയം കൂടി തന്നില്ല. അപ്പൊ എന്തായാലും മച്ചാന്മാരെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും അണ്ണൻ കയറിൻ്റെ ഉള്ളിലിരുന്നു. സംഭവം എന്താ, അപ്പോൾ മൊത്തം പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഇതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ വേറെ ലെയറോട് ചെയ്യുക, എന്നാലും ഇതിന്റെ ഉള്ളിലേക്ക് ലീക്കില്ല, അതൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഇന്നലെ പണി കഴിഞ്ഞപ്പോൾ ഇതേ കാണാനായിട്ട് നമ്മളുടെ ആ ഒരു ഇഗ്ലു ചെളി വീട് അത്യാവശ്യം നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്രവീൺ മച്ചാൻ നിനക്ക് ഇഷ്ടമായി? പ്രവീൺ മച്ചാൻ പറഞ്ഞ ഐഡിയ ആയിരുന്നു കേട്ടോ ഈ സാധനം. സംഭവം നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഒരു 5-6 പേർക്കൊക്കെ കയറി നിൽക്കാൻ, മഴ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നനഞ്ഞ് ചെളിയൊക്കെ എത്തിരിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ചെയ്തിട്ട് ഹീറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം. ഞാൻ കയറണമെങ്കിൽ കയറിയില്ല, നീ മറവായിരിക്കും. ല്ലേ അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് കുളിക്കാൻ നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുകയാണെങ്കിൽ അമ്മേ ഒന്ന് കുനിഞ്ഞൊക്കെ കയറണം. ഹായ് എടാ, കൊള്ളാടാ കിളിവാതിൽ കൊള്ളാം. സംഭവം കൊള്ളാടാ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല രസമില്ല, ടേസ്റ്റ് ഇല്ല. നീ ചവിട്ടി കുടിച്ചല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പൊ സംഭവം കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ കാക്കാൻ എന്തായാലും നമ്മുടെ ഫുൾ പണി കഴിഞ്ഞിട്ട് വേറെ ഉദ്ഘാടനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മഡ് ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിളിയുടെ വായ, അതുപോലെ തന്നെ കണ്ണ്. എടാ നിന്റെ കണ്ണല്ല, മാറി പോ. അതായത് ഇത് കിളിയുടെ കണ്ണ്, അത് കിളിയുടെ വായ. ഒരു എന്താ പറയുക, നമ്മുടെ താറാവക്കില്ലേ, താറാവൊക്കെ ഇങ്ങനെ വായ. എടാ പോടാ, ഇതൊരു കാടക്കോഴി അതിൻ്റെ ഉള്ളിൽ. ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ട ഒരു വായ ഇങ്ങനെ തുറന്നിരിക്കുന്ന കിളി, അതിന്റെ കണ്ണ്, ആ ഒരു തലയുടെ ഷേപ്പ്, അങ്ങനെ തോന്നല്ലേ പ്രവീൺ മച്ചാനെ? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒരു കുളി നിർബന്ധം ഉണ്ട്. അപ്പൊ പിള്ളേരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് ഉണ്ടാക്കിയ മഡ് ഹൗസ്. പ്രവീൺ മച്ചാനെ മഡ് ഹൗസ് ആണ് കാണിച്ചു കൊടുത്തേ. മഡ് ഹൗസിനെ പറ്റി അപ്പൊ ഇതാണ് നമ്മുടെ മഡ് ഹൗസ് അല്ലേ മമ്മിക്ക്? അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഈ റൂമിൽ കയറിയിട്ട് നേരെ വന്ന് പൂളിച്ചാടണം. പോണാ. അപ്പൊ എല്ലാ ദിവസം മഡ് ഹൗസ് വന്നിട്ട് പൂളിച്ചാടണം. അപ്പൊ നമ്മുടെ മഡ് ഹൗസ് അല്ലേ, മഡ് ഹൗസിന്റെ അടുത്തൊരു പൂള്. എടാ ജിയോ, ഇനി അവിടെ നിന്നിട്ട് പണിയുണ്ടേ? ബാമ്പു കൊണ്ട് ടെന്റ് ഉണ്ടാക്കിയാലേ ബാമ്പു ഹൗസ് അല്ലേ? അപ്പൊ പ്രവീൺ മച്ചാൻ പറയണത് അടുത്തത് ബാമ്പു ഹൗസ് ആണെന്നാണ്. നമുക്ക് എന്തായാലും ബാമ്പു ഹൗസ് സെറ്റ് ആക്കി കൊടുക്കട്ടെ. പ്രവീൺ മച്ചാൻ ഒരു ആഗ്രഹം നമ്മൾ തടസ്സപ്പെടുത്തൂല. അന്ന വേറെ ആഗ്രഹമുണ്ട്. എന്നിട്ടാ ജെറ്റ് മേടിച്ചാലോ? ജെറ്റ് ജെറ്റ്. അപ്പൊ മച്ചാൻ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായിക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നല്ലൊരു മഴ വരുന്നുണ്ട്. മഴ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ചെളി വീട് ബഡ് ഹൗസ് ഒന്ന് സേഫ് ആക്കണം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീൺ
അതുപോലെ ടീം എംഫോട്ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട് ഒക്കെ കഴിഞ്ഞു വെച്ചാലേ നമ്മുടെ വില്ലേജിൽ ഇനി ബാക്കി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ അപ്പൊ അത്രേ ഉള്ളൂ. സൈനിങ് ഔട്ട് കഴിഞ്ഞ് നമ്മളിത് പരിപാടി നിർത്തി പോവാണ്. ബൈ ബൈ. നമ്മൾ ഈ പൂളിലൊക്കെ ഒന്ന് കിടക്കൂലേ, അപ്പൊ നമ്മള് അധികം അലമ്പൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഫ്രീ ആയിട്ട് ഒരു ശല്യമില്ലാതെ ഇങ്ങനെ കിടക്കണം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും മൂപ്പൊക്കെ വരുമ്പോ അതൊക്കെ നമ്മുടെ ഒരു അനുസരിച്ച് ചെയ്യാം, അല്ലാതെ ഞാൻ എന്താ പറയാ. ഇതൊക്കെ നമ്മുടെ കുളത്തിന്റെ ചെളി ഇന്ന് പൊട്ടിട്ടുള്ളൂ, അത് ഉണങ്ങി വരുന്നു. അത് നമ്മൾ ഷീറ്റിട്ട് മൂടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ വേറെ വൈബ്. ചൂട് കൊണ്ടാൽ നല്ല അടിപൊളിയായിട്ട് ചൂടുള്ള വെള്ളം, തണുത്ത മഴ, അതിന്റെ കൂട്ടത്തില് കുറുക്കകളി. എങ്ങനെയുണ്ടോ? സൂപ്പർ. We've been driving around, singing songs way too loud because we wanna. Picking up all our friends, fill up the car till it bends because we wanna. നമ്മുടെ മട്ടികളും ചെളിയാവാതിരിക്കാനായിട്ട്, ചെളിയല്ല മഴ കൊണ്ട് മൊത്തത്തിൽ ചെളിയായി താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റിട്ട് കെട്ടിയേക്കാണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മളെ ഇപ്പൊ തന്നെ കെട്ടി വെച്ചില്ലെങ്കിൽ മൊത്തത്തിൽ അത് അലിഞ്ഞ് താഴെ വീണ്ടും ഉണങ്ങി വരുന്നേ ഉള്ള. ഇവിടെ ആണെങ്കിൽ ഭയങ്കര കളി, കുറുക്കകളെ ഉണങ്ങി. അപ്പൊ മച്ചന്മാരെ ഇതേ മൊത്തത്തില് കുളമായി. ഇതേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുളമായിരിക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും നല്ല ചെളിവെള്ളമുണ്ട്. ഇപ്പൊ ദേ നമ്മളുടെ ഈ മഡ് ഹൗസ് ഒക്കെ നാളത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇനി നമ്മുടെ വില്ലേജിൽ കുറെ പണികളൊക്കെ ബാക്കിയുണ്ട്. ഇതൊക്കെ എന്താവും നമുക്കൊരു പിടിയില്ല. എന്തായാലും നമ്മൾ നാളെയും ബാക്കി വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കാൻ നോക്കും. എന്താന്ന് അതെ, വെറുതെ കമ്പി മാത്രമായിട്ട് നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടട്ടാ. എന്താ പറയാ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോ. പട്ടം പറത്താൻ നോക്കുമ്പോ കാറ്റുണ്ടാവില്ല, കുക്കിംഗ് വീഡിയോ ചെയ്യാൻ നോക്കുമ്പോ ഒടുക്കത്തെ കാറ്റായിരിക്കും. സോളാറിന്റെ വീഡിയോ ചെയ്ത അന്ന് മഴ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അന്ന് വെയില്. സന്തോഷമുണ്ട്.